പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഇതിൽ ചർച്ച ചെയ്ത പല കാര്യങ്ങളും ബജറ്റ് ചർച്ചയ്ക്കകത്ത് വിശദമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അവസാനം നമ്മൾ വോട്ടിനിട്ട് അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ബജറ്റിനകത്തുള്ളത് സംബന്ധിച്ച് വീണ്ടും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് വരുന്ന രീതി തന്നെയാണ്. ബഹുമാനായ ധനകാര്യമന്ത്രി ഈ സന്ദർഭത്തിൽ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഡൽഹിയിൽ പോകാൻ കഴിഞ്ഞത് കേരളമെടുത്ത നിലപാട് ഈ രാജ്യത്തിന്റെ ഉന്നത നീതിപീഠം ശരിയാണ് എന്ന് കണ്ടതിന്റെ കൂടി അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയതും ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതും ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ നിയമസഭയുടെ അവകാശത്തിന്റെ കൂടി പ്രശ്നമാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൃത്യമായി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 293 ആർട്ടിക്കിൾ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന്റെ പരിധി നിർണയിക്കുന്ന നിയമനിർമ്മാണത്തിന്റെ അധികാരം, ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി സംസ്ഥാന നിയമസഭകൾക്കുള്ളതാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് 43 പബ്ലിക് ഡെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എക്സ്ക്ലൂസീവായി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ റൈറ്റാണ്, കൺകറന്റ് ലിസ്റ്റിലല്ല. യൂണിയൻ ലിസ്റ്റ് 35 വളരെ കൃത്യമാണ്, പബ്ലിക് ഡെപ്റ്റ് ഓഫ് യൂണിയൻ. ഇത് ഭരണഘടന നിർവഹിച്ചാണ്. ഇപ്പൊ ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മൊത്തം കടത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ പരിശോധിക്കണം എന്ന് പറയുന്നത് എല്ലാം ഭരണഘടന കീഴിലാണ്. ഈ നിയമസഭയുടെ പരമാധികാരമാണ്. ഈ സംസ്ഥാനത്ത് എത്ര കടമെടുക്കണം അത് നിയമനിർമ്മാണ അധികാരം നിയമസഭയ്ക്കുള്ളതാണ്. ആ 43 എൻട്രി വെച്ചിട്ടാണ് ഈ നിയമസഭ 2003 നിയമം പാസാക്കിയത്. ആ പാസാക്കിയ നിയമത്തിന് അനുസരിച്ച് കേരളത്തിന് കടമെടുക്കാൻ അനുവാദം കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ബഹുമാനായ മുഖ്യമന്ത്രി വിശദീകരിച്ചു പല യോഗങ്ങളിലും, 2016 മുതൽ ഇങ്ങോട്ട് 7 വർഷത്തിനുള്ളിൽ കടമെടുപ്പിന്റെ കേരള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് 1,07,000 കോടി രൂപയാണ്. ചെറിയ സംഖ്യയല്ല. സുപ്രീം കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ച അങ്ങ് നോക്കിയിട്ടുണ്ടാവുമല്ലോ, അഫിഡാവിറ്റ് നോക്കിക്കോളൂ. ഈ നിയമസഭയുടെ അധികാരമാണ്. ഈ നിയമസഭ പാസ്സാക്കിയ നിയമം, ഭരണഘടന ഈ നിയമസഭയ്ക്ക് നൽകുന്ന അധികാരം, സംസ്ഥാന നിയമസഭകൾക്കാകെയുള്ള അധികാരം. ആ അധികാരം വച്ച് നമ്മൾ പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം കടമെടുക്കാൻ അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ 1,07,000 കോടി രൂപയുടെ അധികമായ വിഭവം നമുക്ക് സമാഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത് വെച്ചിട്ട് തന്നെ, കണക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അങ്ങേക്ക് സംശയം ചോദിക്കാം. നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് അല്ല പിന്നെ ഇന്റർപ്രിട്ടേഷൻ, ആ സംസ്ഥാന നിയമസഭയുടേതാണ്. ഭരണഘടന നോക്കിക്കോളൂ. നിങ്ങൾ കൺകറന്റ് ലിസ്റ്റിലെ ലിസ്റ്റ് മുഴുവൻ വായിച്ചോളൂ, യൂണിയൻ ലിസ്റ്റ് മുഴുവൻ വായിച്ചോളൂ. 43 എടുത്തു നോക്കൂ. സ്റ്റേറ്റ് ഡെപ്റ്റ് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചു, യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ളൊരു പ്രശ്നമാണല്ലോ, ഈ പ്രശ്നത്തിൽ കോസ് ഉണ്ട്. ഞങ്ങൾ മെറിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ ഘടനയിൽ നിങ്ങൾക്ക് തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൂടെ? ഈ ചോദ്യമാണ് ഇന്നലെ ഉന്നത നീതിപീഠം ചോദിച്ചത്. ഒരു കോസ് ഇല്ലെങ്കിൽ, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിനകത്ത് ഒരു ഭരണഘടനാപരമായ പ്രശ്നമില്ലെങ്കിൽ, നിയമപരമായ പ്രശ്നമില്ലെങ്കിൽ ഈ രാജ്യത്തിന് ഉന്നത നീതിപീഠം ആ ചോദ്യം ചോദിക്കോ? നിങ്ങൾക്ക് മനസ്സിലാകായിട്ടും നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കോടതി പറഞ്ഞത്. ഇനി യൂണിയൻ ഗവൺമെന്റ് സമീപനം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളപ്പോ പറഞ്ഞു വി ആർ റെഡി. ഒരു മിനിറ്റ് എടുത്തില്ല. കേരളത്തിലെ അഭിഭാഷകൻ പറഞ്ഞു, കപിൽ സിബല അഭിഭാഷകൻ, ഞങ്ങൾ റെഡിയാണ്. അവര് പറഞ്ഞു ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. 2 മണിക്ക് യൂണിയൻ ഗവൺമെന്റ് അവിടെ അറ്റോർണി വന്നു, ഞങ്ങളും തയ്യാറാണ്. എപ്പോ കഴിയും? ഞങ്ങൾ പറഞ്ഞു ബജറ്റാണ് ചർച്ച ചെയ്യുന്നത്, എങ്കിൽ പോലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പ്രശ്നമാണ്. നാളെ വേണോ? ഞങ്ങൾ റെഡി. അതുകൊണ്ടാണ് ഇന്ന് ധനകാര്യമന്ത്രിയാണല്ലോ ഇവിടെ. ഇപ്പൊ ഈ സമയത്ത് നാളെയും ബില്ല് അവതരിപ്പിക്കേണ്ടതാണല്ലോ. പക്ഷെ ഈ നാടിനെ, ഞങ്ങളെ സംബന്ധിച്ചല്ല, കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ അവകാശത്തിന്റെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, നിങ്ങൾ കർണാടകം ഒരു സമരം ചെയ്തിട്ടുണ്ടോ? മൈ ടാക്സ് മൈ റൈറ്റ്. നിങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തു. ഇതൊരു ഫെഡറൽ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ?
ഫെഡറൽ പ്രശ്നമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് അധികം ദിവസം എടുത്ത് വിളിക്കാവുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ. നിങ്ങളുടെ ഒരു നിലപാടിന്റെ ഒക്കെ ഭാഗമായിട്ട് മൂന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. പണ്ടും അധികമില്ലല്ലോ. പണ്ട് ഞങ്ങൾ പരമാവധി മൂന്നല്ല. നിങ്ങൾ നിറഞ്ഞു നിന്നതല്ലേ. നിങ്ങൾ അസ്വസ്ഥനാകണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടെലിഫോൺ എടുത്ത് 5 മിനിറ്റിൽ വിളിക്കാൻ കഴിയാവുന്ന 3 സംസ്ഥാന ഗവൺമെന്റ് അല്ലേ ഉള്ളൂ. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. ഈ കർണാടകം നടത്തിയ സമരത്തിൽ നിങ്ങൾ ഫെഡറൽ പ്രശ്നമായി കാണുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെയെങ്കിലും നിങ്ങൾ വിളിക്കണ്ടേ? ഇത് കർണാടക പ്രശ്നമായി മാത്രമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ശരി, ഇത് ഫെഡറൽ പ്രശ്നമാണോ, ഭരണഘടനയുടെ പ്രശ്നമാണോ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിമാരെ പോലും വിളിക്കാൻ അനുവദിക്കാതിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ചെറിയ പാർട്ടിയാണല്ലോ. സമ്മതിക്കാതെ തരമില്ല പ്രതിപക്ഷ നേതാവേ. വസ്തുതകൾ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കാതെ തരമില്ല. ഞാൻ വേറെ ചോദ്യം ചോദിക്കാം അങ്ങോട്ട്. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ BJP ഇതര പാർട്ടികളെയും നേതാക്കന്മാരെയും BJP ഇതര സംസ്ഥാന ഭരണ സംവിധാനങ്ങളെ നയിക്കുന്ന മുഖ്യമന്ത്രിമാരെയും ഞങ്ങൾ വിളിക്കുമ്പോഴാണോ കൂടുതൽ വരാൻ സാധ്യത, നിങ്ങൾ വിളിക്കുമ്പോഴാണോ കൂടുതൽ വരാൻ സാധ്യത? ഞങ്ങൾ ഇപ്പോഴും കരുതും നിങ്ങളെ കഴിയുമ്പോൾ നിങ്ങൾക്കാണെന്ന. ഞങ്ങൾ ഇടതുപക്ഷം ശരി ചെറുതാണ്, നിങ്ങൾ പറഞ്ഞു ഒന്നായി ആയിക്കോട്ടെ. നിങ്ങൾ വലുതാണ്, വളരെ വലുതായിരുന്നു ആയിക്കോട്ടെ. നിങ്ങൾ വിളിച്ചാൽ വരില്ലേ അവര്? നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രശ്നം മോഡി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ ഉയർത്തി നിങ്ങളുടെ സമരത്തിന് പ്രതിപക്ഷത്തെ വിളിച്ചില്ല? ഞങ്ങളെ വിളിക്കണ്ട, ഒഴിവാക്കി. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിളിക്കണ്ട. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി വിളിച്ചൂടെ? പഞ്ചാബിന്റെ മുഖ്യമന്ത്രി വിളിച്ചൂടെ? നിങ്ങൾക്ക് NCPയുടെ മേധാവിനെ വിളിച്ചൂടെ? നിങ്ങൾക്ക് ഫറൂഖ് അബ്ദുള്ള വിളിച്ചൂടെ? നിങ്ങൾക്ക് തേജസ്വി യാദവിനെ വിളിച്ചൂടെ? നിങ്ങൾക്ക് വേണ്ടി മമതാ ബാനർജിയെ വിളിക്കാലോ, സ്റ്റാലിനെ വിളിക്കാലോ. എത്രയോ മുഖ്യമന്ത്രിമാർ, നേതാക്കന്മാർ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചില്ല. നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളും അവരും വരും. ഞങ്ങളും അവരും വന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വരേണ്ടി വരും. അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്കും അത് കോൺഗ്രസിനല്ല, കേരളത്തിലെ കോൺഗ്രസിന്. ഞാൻ നേരത്തെ ഒരു നിയമസഭയിൽ പറഞ്ഞു, നിങ്ങൾ കാട് കാണുന്നില്ല, മരം കാണുന്നില്ല, മരത്തിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ പോയി നിങ്ങൾ ആ മരത്തിന്റെ ചെറിയ കഷ്ണത്തിന്റെ ഒരു സൂക്ഷ്മാണുവിനെ മാത്രം കാണുന്ന, ഒരു കസേരയെ മാത്രം കാണുന്നതായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഡിഫാക്ടോ ഹൈക്കമാൻഡ്. ഇന്ത്യയിലെ കോൺഗ്രസ് മുൻകൈയെടുത്ത് തന്നെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. കേന്ദ്ര നയങ്ങൾക്കെതിരായും കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെയും ആ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെയും നയങ്ങൾക്കെതിരായിട്ട് തന്നെയാണ്. വരാൻ പോകുന്ന കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇത്തരം വിഷയങ്ങളായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. ഇതിനെ രാജീവ് പറഞ്ഞു വന്ന് നിങ്ങൾ മാത്രമാണിത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. ഈ രാജ്യത്തെ മോഡിയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരായി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഞങ്ങൾ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് അങ്ങക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ സത്യത്തെ സത്യമായി കാണാൻ തയ്യാറാകണം. അങ്ങ് പറഞ്ഞ പോയിന്റിൽ ഞാൻ തർക്കമൊന്നും ഉന്നയിച്ചില്ലല്ലോ. ആ പോയിന്റുകളോടല്ല മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. അങ്ങ് പറഞ്ഞത് എന്താ? ഇന്ത്യ എന്ന സംവിധാനത്തിന്റെ ഒരു പൊതു മിനിമം പരിപാടിയിൽ ഈ പ്രശ്നം ഗൗരവമായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ലത്. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പരിപാടി എന്ന് പറയാണോ വേണ്ടത്? ഈ സമരം നടത്തിക്കിട്ട് ജനങ്ങളുടെ പൊതുബോധത്തിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുവരാണോ വേണ്ടത്? അല്ല, ചോദ്യോത്തരായ കുറച്ച് സമയം പോകും. അല്ല സാർ, ഞങ്ങൾ ഫൈനാൻസ് കമ്മീഷന്റെ മുമ്പാകെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും നിങ്ങളിപ്പോ ഉന്നയിച്ച ഇതേ വിഷയങ്ങൾ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പോപ്പുലേഷന്റെ ഏത് ഇയർ എടുക്കണം എന്നുള്ളതിന് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങ് ഞാൻ
ഞാൻ ചരിത്രത്തെ കുറിച്ചല്ല സാർ പറയുന്നത്. വർത്തമാനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിലെങ്കിലും ഞങ്ങളുടെ കൂടെ വരണ്ട നിങ്ങൾ, അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? അത് തെറ്റായിപ്പോയി എന്ന് അങ്ങക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയാം. അതിന് ഞാൻ അങ്ങയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി, BJP വിരുദ്ധ ലീഗിന്റെ ഒരു സമീപനം വരുന്നുണ്ടായിരുന്നു. ഞങ്ങളും BJPയും കാരണം ഇത് പണ്ട് നമ്മൾ കുറെ പറഞ്ഞു പോയിട്ടുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഘടകം കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരാണ്. മുസ്ലിം ലീഗിന് UDF ബന്ധം ഒരു തടസ്സമായി മാറിയിരിക്കുന്നു. അത് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കുന്നു. ഇവിടെ പറഞ്ഞല്ലോ ബാബറി മസ്ജിദ് തകർച്ച, ആ വികാരത്തെ നമ്മൾ മാനിക്കുന്നു. ആ ചരിത്രം അവിടെ നിൽക്കട്ടെ. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തെ സംബന്ധിച്ചുള്ള വാർത്ത വന്നപ്പോ കമൽനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. എന്താ സ്റ്റേറ്റ്മെന്റ്? മോഡിക്കല്ല അവകാശം, ഞങ്ങൾക്കാണ് അവകാശം. ജവഹർലാൽ നെഹ്റു ഇത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം, ഈ താക്കോലുകൾ ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് എറിയണമെന്ന് പറഞ്ഞ ആ താക്കോലിട്ട പൂട്ടിയ സ്ഥലം വീണ്ടും തുറന്ന് ശിലാന്യാസത്തിന് നൽകിയത് രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ആദ്യം കൊടുക്കേണ്ടത് രാജീവ് ഗാന്ധിക്കാണെന്ന് പറയുന്നത് ഇപ്പോ കയ്യാലയിലെ തേങ്ങാപ്പുറത്തിരിക്കുന്ന ശ്രീ കമൽനാഥാണ്. മധ്യപ്രദേശിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ നോക്കി. മധ്യപ്രദേശ് എന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് നിങ്ങളെ നയിച്ചൊരാൾ, തെരഞ്ഞെടുപ്പ് നയിച്ചൊരാൾ, മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായതൊരാൾ, അവിടുത്തെ PCC പ്രസിഡന്റ് ആയിരുന്നയാൾ, ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ എത്രയോ കാലത്തെ ചരിത്രമുള്ളയാൾ ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് ആർക്കും ഉറപ്പുണ്ടോ? ഉറപ്പിട്ടെങ്കിൽ പറഞ്ഞു പോയില്ലെന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഇവിടെ തന്നെയാണ് കോൺഗ്രസിൽ ഉറപ്പിച്ച് പറഞ്ഞ സന്തോഷമുള്ളൂ. ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ, മറ്റേ വെള്ളിയുടെ വെള്ളിയല്ലേ കൊടുത്തുവിട്ടത് കമൽനാഥ്? നിങ്ങൾക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടോ UDF-നകത്ത് ഇത് ആലോചിച്ചിട്ട്? നിങ്ങൾ അസ്വസ്ഥമല്ലേ ശരിക്കും? അതല്ല, കമൽനാഥ് കൊടുത്തുവിട്ട് ശരിയാണെന്ന് കരുതുന്ന ആളുകളുടെ ചിന്ത മുസ്ലിം ലീഗിനകത്ത് ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ ദേശാഭിമാനിയും മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ബാബറി പള്ളി തകർത്തെടുത്താണ് രാമക്ഷേത്രം പണിതത് എന്ന് കൃത്യമായി വാർത്ത കൊടുത്തപ്പോ ആ പരാമർശിക്കാത്തൊരു പത്രം ചന്ദ്രികയാണ്. എങ്ങനെ കഴിഞ്ഞു ചന്ദ്രികയ്ക്ക്? ചരിത്രം ഓർമ്മയില്ലേ ചന്ദ്രികയ്ക്ക്? ET മുഹമ്മദ് ബഷീർ അത് പറഞ്ഞു, തെറ്റ് പറ്റിയതായിരിക്കും, പരിശോധിക്കുന്നു പറഞ്ഞു, അത്രയെങ്കിലും പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം കൂടി കാണണം, ഞങ്ങൾ പിന്തുണച്ചു, ആരും പിന്തുണച്ചിട്ടില്ലേ, BJP ബന്ധം പറഞ്ഞില്ലേ? ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരേ ഒരു തവണ മാത്രമേ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മതനിരപേക്ഷതയ്ക്കൊപ്പമോ വർഗീയതയ്ക്കൊപ്പമോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. അത് ബാബറി മസ്ജിദ് തകർക്കാൻ, രാമക്ഷേത്രം പണിയാൻ, അദ്വാനിയുടെ രഥയാത്ര. ഇന്ത്യയിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ BJP മന്ത്രിസഭയുടെ ഭാഗമാകാതിരുന്നിട്ടുള്ള കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു പാർട്ടി RJD ആണ്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി തടഞ്ഞു. തടഞ്ഞാൽ ഭരണം പോകുമെന്ന് ഉറപ്പ്. BJP പിന്തുണ പിൻവലിച്ചു. VP സിംഗ് ന്യൂനപക്ഷമായി. ആ ന്യൂനപക്ഷമായത് രഥയാത്രയെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രഥയാത്രയെ തടഞ്ഞതിന്റെ പേരിൽ ന്യൂനപക്ഷമായ ഒരു മന്ത്രിസഭയെ മതനിരപേക്ഷ നിലപാടുള്ള കോൺഗ്രസ് പിന്തുണയ്ക്കണ്ടേ? ആ ചോദ്യത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നു. ആ വിശ്വാസ വോട്ടെടുപ്പിൽ ഇന്ത്യയിൽ BJPയും കോൺഗ്രസും ഒന്നിച്ച് വോട്ട് ചെയ്തിട്ടാണ് VP സിംഗിനെ താഴെ ഇറക്കിയത്. നിങ്ങൾ ഒന്നിച്ചാ വോട്ട് ചെയ്തത്, ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തു ആ വിശ്വാസ വോട്ടെടുപ്പിൽ. ഈ ചരിത്രം മറക്കരുത്. ഞാൻ അധിക സമയം എടുക്കുന്നില്ല, ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നൊന്ന്, മിനിസ്റ്റർ പ്ലീസ്, സമയം പ്ലീസ് സാർ. അപ്പോ പ്ലീസ് സംശയം എന്താ? അന്നത്തെ അത് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. ഒന്ന് ഞാൻ പറയാം, അല്ല വിശദീകരിക്കാം സാർ. ഇവിടത്തെ ഒരു നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവ് എന്താ?
പറയട്ടെ സിദ്ദിഖ്, ഒച്ചെടുക്കൽ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓരോന്നിനും മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ 8 മണിയാവും തീരാൻ. ഇഗ്നോർ ചെയ്യാൻ ചില കമന്റ്സ്. സാർ, ഇവിടുത്തെ ഒരു നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവ് എന്താ? ഞങ്ങളും BJPയും ഒന്നിച്ച് പിന്തുണച്ചതോടുകൂടിയാണ് 2 സീറ്റ് മാത്രം ഉണ്ടായ BJP ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരുന്ന വളർച്ചയുണ്ടായി. ഞാൻ പറയട്ടെ, ഇതാണ് നരേറ്റീവ്. ആത്മരതിക്ക് പറ്റിയ, ആത്മസംതൃപ്തിക്ക് പറ്റിയ നരേറ്റീവാണ്. 1952 ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് 10 സീറ്റുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി ഇടക്കാല മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 1967 ജനസംഘത്തിന് 35 സീറ്റുണ്ട്. ഞങ്ങളും ഇവരും VP സിംഗിനെ പിന്തുണയ്ക്കുന്നു. അഴിമതിക്കെതിരെ സർക്കാർ, ഞങ്ങളും നിലപാട് സ്വീകരിച്ചു. BJP മന്ത്രിസഭയുടെ ഭാഗമാകാൻ പാടില്ല. ആ ഒറ്റ നിലപാടിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തു. പറയട്ടെ, അന്ന് 2 സീറ്റല്ല, അപ്പൊ എത്ര സീറ്റുണ്ട് BJPക്ക്? 85 സീറ്റ്. പുറത്തും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ആ പിന്തുണയ്ക്കുന്ന ആ ഗവൺമെന്റിനെ ആ സന്ദർഭത്തിൽ തന്നെ അട്ടിമറിക്കാൻ BJPയുടെ യാത്ര. ആ BJPയുടെ യാത്രയെ VP സിംഗിന്റെ നിർദ്ദേശപ്രകാരം ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ആ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് BJP പിന്തുണ പിൻവലിച്ചു. ഞങ്ങൾ നിങ്ങൾ ചരിത്രം ഉള്ളത് പറയുമ്പോൾ തുള്ളൽ വന്നിട്ട് കാര്യമില്ല സാർ. ഉള്ളത് പറയുമ്പോ തുള്ളൽ വന്നിട്ട് കാര്യമില്ല. ഞങ്ങള് അന്ന് ആ പിന്തുണ പിൻവലിച്ച്, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. അദ്ദേഹത്തിന് വലിയ ശബ്ദമാണ്, മൈക്ക് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസും BJPയും ഇന്ത്യയുടെ പാർലമെന്റിൽ ഒന്നിച്ച് വോട്ട് ചെയ്തിട്ടാണ് രാമക്ഷേത്രം പണിയുന്നതിനും ബാബറി മസ്ജിദ് തകർക്കുന്നതിനും വേണ്ടി വന്ന രഥയാത്രയെ തടഞ്ഞതിന്റെ പേരിൽ മാത്രം ന്യൂനപക്ഷമായ VP സിംഗിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയത്. ആ താഴെയിറക്കലാണ് BJPക്ക് അടുത്ത തവണ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആണ് BJPക്കുള്ള പരിസരമൊരുക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനായ കൽപ്പറ്റ അംഗം പറയുന്നതല്ലല്ലോ കമൽനാഥ് പറഞ്ഞത്, രാമക്ഷേത്ര നിർമ്മാണത്തിന് ഞങ്ങൾക്കാണ് ക്രെഡിറ്റ് ഉള്ളത്. നിൽക്കട്ടെ, അപ്പൊ അത് ചരിത്രത്തിൽ. ഞാൻ ആദ്യം മുതലേ അങ്ങയുടെ ഒരു നറേറ്റീവ് ഇന്ന് ഏതായാലും ഇലക്ഷന് പോവാണല്ലോ, ലാസ്റ്റ് ദിവസമാണല്ലോ, ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് ഈ BJP നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് വോട്ട് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തെ ഒന്നിപ്പിക്കാനുള്ള ക്യാമ്പയിൻ. അത് നടത്തട്ടെ. അപ്പൊ BJPയുടെ സംഭവം ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കിയല്ല, മറിച്ച് കമ്മ്യൂണലായിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുകയാണ്, വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയാണ്, ആളുകളെ ഭിന്നിപ്പിച്ച്. അതാണ് അവരുടെ തന്ത്രം. അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമായ ധ്രുവീകരണം ഉണ്ടാക്കി ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് മുൻകൈയെടുത്ത്. താങ്കൾ കേരളത്തിലെ രാഷ്ട്രീയം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചപ്പോൾ BJP ദേശീയ തലത്തിൽ ചെയ്യുന്ന അതേ വർഗീയ ധ്രുവീകരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കേരളത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വില കുറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞ തെറ്റു പറയാൻ പറ്റും. അതല്ലേ അല്ല, മിനിസ്റ്റർ മറുപടി പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനും കൂടി കൂട്ടി മറുപടി പറഞ്ഞാൽ മതി. അതായത് നേരത്തെ പറഞ്ഞപ്പോ ചന്ദ്രിക പത്രം അതിപ്പോ പത്രം ഒരു ദിവസം വാർത്ത കൊടുത്തിട്ടില്ല, പിറ്റേ ദിവസം വാർത്ത കൊടുത്തു, അത് പത്രത്തിന്റെ. പക്ഷേ പാർലമെന്റിൽ ഈ വിഷയം ഞങ്ങളിപ്പോ മുന്നണിയാണ്. പക്ഷേ ആദ്യം മുതൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ഈ എന്താ പറയാ, തീപിടിപ്പിക്കാൻ, വർഗീയത വളർത്താൻ, വെള്ളത്തിന് തീപിടിപ്പിക്കുക എന്ന് പറയും, വർഗീയത വളർത്താൻ ഇടയാക്കുന്ന തരത്തിൽ എക്സ്ട്രീമായിട്ട് അങ്ങ് പറയില്ല എന്ന് വിചാരിച്ച് ഈ രാമക്ഷേത്ര വിഷയത്തിൽ BJP വർഗീയത വരുത്താൻ നോക്കുകയാണെന്ന് പറണ്ടിയോടുത്ത് ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല. പാർലമെന്റിൽ ഈ തവണ ഞങ്ങളെ മെമ്പർമാരത് പറയുകയും പോരുകയും ചെയ്തു. കോൺഗ്രസിന് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അവർ ചർച്ച ചെയ്ത് പറയാനുള്ളത്, കോൺഗ്രസ് ചർച്ച ചെയ്ത് പറയാനുള്ളത് പറഞ്ഞിട്ട് വാക്കൗട്ട് നടത്തി, അല്ലേ? പറഞ്ഞോട്ട് വാക്കൗട്ട് നടത്തി.
ഞങ്ങൾ സ്ട്രൈറ്റായിട്ട് വാക്കൗട്ട് നടത്തി. അത് ജോയിന്റ് പാർലമെന്ററി പാർട്ടിയിൽ എടുത്ത സ്റ്റാൻഡ് എടുക്കേണ്ടടുത്ത് എടുക്കുന്നുണ്ട്. അത് സ്റ്റാൻഡ് എടുക്കേണ്ടടുത്ത് എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എടുക്കാതെയൊന്നും ഇരിക്കുന്നില്ല. പക്ഷേ വർഗീയത വളർത്താൻ ഇടയാക്കുന്ന തരത്തിലുള്ള അത് പണ്ടുപോലെ ഞങ്ങളുടെ സ്റ്റാൻഡാണ്. അതാണ് ശരി. ഞങ്ങൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അങ്ങ് പറഞ്ഞത്. പത്രത്തിന് ഒരു ചെറിയ തെറ്റല്ല. ഇപ്പോ കേരളത്തിലെ പത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോന്നറിയില്ല. പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു മാസം മുമ്പ് ഗ്യാൻവ്യാപി മസ്ജിദ് എന്ന് എഴുതിയ പത്രം ഇപ്പൊ എഴുതുന്നത് ഗ്യാൻവ്യാപി സമുച്ചയം എന്നാണ്. അതങ്ങ് കാണുന്നുണ്ട് പത്രത്തിന്റെ തെറ്റാണെന്ന്. ഇതാണ് NS മാധവൻ തിരുത്തിൽ എഴുതിയത്. ബാബറി മസ്ജിദ് എന്ന് മാറ്റി കുറച്ച് ബാബറി തർക്കമന്ദിരാക്കി. തർക്കമന്ദിരായ തർക്കമുള്ളതാണ്, ആർക്കും തകർക്കാം. അപ്പൊ പത്രത്തിന്റെ തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ബോധം രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് അങ്ങ് കാണണം. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല. അതാണ് പറഞ്ഞത്. ലീഗ് അങ്ങ് പറഞ്ഞൊരു വാചകം ശരിയാണ്. കോൺഗ്രസിന് പല പ്രശ്നങ്ങളും, കാര്യം കമൽനാഥിനെ പോലുള്ള ആളുകളല്ലേ, അവര് വെള്ളിഷ്ടിയായിട്ട് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസ് നിൽക്കോ? പിന്നെ ഞങ്ങൾ ഈ അയോധ്യയിലെ ഈ ഇതിനകത്ത് മുസ്ലിം ലീഗ് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോ വെള്ളത്തിന് തീ പിടിപ്പിക്കേണ്ടതില്ല. ഹിമാചൽ പ്രദേശിൽ അവധി കൊടുത്തതിനെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്താ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സന്ദർഭത്തിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് അവധി കൊടുത്തതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ കേരളത്തിലെ ബന്ധമെന്നുള്ളത്. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ അത് ലീഗ്, എനിക്കറിയാം ലീഗിനകത്ത് ഇതൊരു ബാധ്യതയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. പിന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞു, ഞങ്ങളിവിടെ ബഹുമാനായ പാലക്കാട്ട് അംഗം പറഞ്ഞല്ലോ, നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞു ബഹുമാനായ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ ലീഗിനെ ചത്തകുതിര എന്ന് വിളിച്ചത് ചരിത്രത്തിൽ? തൊപ്പി ഊരി വച്ചിട്ട് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നാൽ മതി ലീഗിന്റെ ആണെന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. അല്ല, 60 അദ്ദേഹം പറഞ്ഞത് എന്താ? പണ്ടേ ഞങ്ങൾ കണ്ടിരുന്നു, നിങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ്. എനിക്ക് മുൻ പ്രതിപക്ഷ മേധാവിന്റെ ആ സഹായത്തിന് പ്രത്യേക നന്ദി. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. മുമ്പേ ഞങ്ങൾ ലീഗിനെ വളരെ കൃത്യമായി കണ്ടിരുന്നു, നിങ്ങൾ കണ്ടിരുന്നില്ല, ഇപ്പൊ കണ്ടു. ഇപ്പോ ചരിത്രം അങ്ങ് ഓർമ്മിപ്പിച്ചല്ലോ. അല്ല, നമ്മൾ ഇത് പറയുമ്പോൾ വേറെ പറയില്ല പ്രതിപക്ഷ നേതാവ്. ഞാൻ അധികം ഇതിലേക്ക് പോകുന്നില്ല. അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഈ കെട്ടിടം പണിയുമ്പോൾ നമ്മളൊരു പുതുതായിട്ട് കെട്ടിടം പണിയാൻ പോകും, അല്ലെങ്കിൽ ക്ഷേത്രം പണിയാൻ പോകും, തറ ഒരുക്കി കൊടുക്കണം. ആ തറ ഒരുക്കിയതിന് ഒരു ഭാരതരത്ന ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ബാബറി മസ്ജിദ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന കെട്ടിടത്തെ ആൾക്കൂട്ടത്തിന്റെ ഫാസിസ്റ്റ് മനഃശാസ്ത്രം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി ഉന്മാദ നൃത്തം ചവിട്ടിയപ്പോ ഡൽഹിയിലെ പ്രധാനമന്ത്രി കസേരയിൽ മൗനത്തോടുകൂടിയിരുന്നയാളുടെ പേര് നരസിംഹറാവു. നിശ്ചയിക്കാൻ പറ്റും നിങ്ങൾക്ക്. ദേശീയോപകരണ കൗൺസിൽ ചേർന്നു. ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ യോഗത്തിൽ പങ്കെടുത്തു. ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞു, ഞങ്ങൾ 356 പ്രയോഗിക്കുന്നതിനെതിരാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷത സംരക്ഷിക്കണം. നിങ്ങൾക്ക് കല്യാൺ സിംഗിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടാം. ഈ ദേശീയോപകരണ കൗൺസിൽ ഏതറ്റം വരെ പോകാനും ബ്ലാങ്ക് ചെക്ക് പ്രധാനമന്ത്രിക്ക് നൽകി. നിങ്ങൾ നിശബ്ദമായി ആ തകർത്ത് തരിപ്പണമാക്കുന്നതുവരെ കേന്ദ്രസേന ബാരക്കുകൾക്കകത്തിരുന്നു, ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നു. ബാബറി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി തറയൊരുക്കി കൊടുത്തതിന് ഇപ്പോ ഭാരതരത്ന നരസിംഹറാവുവിന്. ഇതല്ലേ ചരിത്രം? അപ്പോ പിന്നൊന്ന് ഞങ്ങൾ പറഞ്ഞു, ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി പോകുന്നത് തെറ്റ്. പാർലമെന്റിന്റെ ഉദ്ഘാടനം ഒരു മതവിഭാഗത്തിന്റെ ആ ആചാരങ്ങൾക്കനുസരിച്ച് സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് തെറ്റ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷത, ഭരണകൂടം മതം അതിർവരമ്പുകളുണ്ട്. ഈ രാജ്യം സ്വതന്ത്രമായി. മഹാത്മാഗാന്ധിയെ പോയി കണ്ടു. പട്ടേലും അതുപോലെ തന്നെ ഈ സോമനാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റും അവർ പറഞ്ഞു സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം. ഗാന്ധിജി പറഞ്ഞു പണിതോളൂ, പക്ഷേ ഗവൺമെന്റ് പണം ഉപയോഗിക്കരുത്. പുതുക്കി പണിതപ്പോഴേക്കും പട്ടേൽ മരണപ്പെട്ടു. ഉദ്ഘാടനത്തിന് രാജേന്ദ്ര പ്രസാദിനെ വിളിച്ചു. രാജേന്ദ്ര പ്രസാദ് നെഹ്റു കത്തെഴുതി, അങ്ങ് ഈ രാജ്യത്തിന് 1ാമത്തെ പൗരനാണ്, ക്ഷേത്രം പണിതത് തന്നെ എനിക്ക് യോജിപ്പില്ല. നെഹ്റു പറഞ്ഞു, എന്നാൽ പണിതുപോയി.
അങ്ങ് പോകരുതെന്ന് നെഹ്റു പറഞ്ഞു. ആ നെഹ്റു പറഞ്ഞത് ഓർത്തു പറയാൻ എത്ര നാൾ കഴുത്ത് കാത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസിന്. ഞങ്ങൾ സീതാറാം യെച്ചൂരി ക്ഷണം കിട്ടി അടുത്ത നിമിഷം പറഞ്ഞില്ലേ പങ്കെടുക്കുമില്ല. ഞങ്ങൾ വിശ്വാസങ്ങൾക്കെതിരല്ല. ഏതൊരു വിശ്വാസിക്കും അവരവരുടെ വിശ്വാസം, വിചാരം, ആചാരം, അനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവസാന രക്തം വരെ നൽകാൻ തയ്യാറുള്ളവരാണ് ഇടതുപക്ഷം. പക്ഷേ നിങ്ങൾ വിശ്വാസത്തെ അധികാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുവോ? ഞങ്ങൾ അതിനെതിരാണ്. അത് വർഗീയതയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് ശരി. അവർക്ക് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഒരു നിലപാട് സ്വീകരിക്കും. അവിടെ മൃദുഹിന്ദുത്വ, അത് കറക്റ്റാ, അങ്ങ് പറഞ്ഞ കറക്റ്റാ. അവിടെ മൃദുഹിന്ദുത്വം എടുത്ത് നിൽക്കുമ്പോ ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകുന്നില്ല എന്ന് എങ്ങനെ പറയും? അത് അവിടുത്തെ വോട്ടിനെ ബാധിക്കും. അപ്പോ താൽക്കാലികമായ നേട്ടങ്ങൾ, മൃദുഹിന്ദുത്വം കൊണ്ട് നിങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാനേ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഈ ബാധ്യത അധികം വൈകാതെ തന്നെ തിരിച്ചറിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോ ബഹുമാനായ പെരുമ്പാവൂർ അംഗം സംസാരിച്ചപ്പോ ഈ സഭയിൽ ഇല്ലാത്ത AM ആരിഫ് MLA കുറിച്ച് വളരെ തെറ്റായ, MP കുറിച്ച് വളരെ തെറ്റായ ഒരു പരാമർശം നടത്തുകയുണ്ടായി. സഭയിൽ വായ പോലും തുറക്കാത്ത MP. അതങ്ങ് അദ്ദേഹം വാലന്റീൻ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മൃദുല ചിത്തനായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെങ്കിലും രേഖ കിടക്കുമല്ലോ. അത് ഞാൻ നോക്കി. ഇനിയിപ്പോ നമുക്ക് എല്ലാവരും പത്രം വായിക്കുന്നവരാണെങ്കിലും AM ആരിഫിന്റെ ഡിബേറ്റ് 113, സ്റ്റേറ്റ് ആവറേജ് 78. നമ്മൾ അങ്ങ് തെറ്റിപ്പോകാനാണ് കാരണം എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വാലന്റൈൻ ഡേ ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി 8 ഡിബേറ്റ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് എണീറ്റ് നിന്നാൽ അപ്പ പ്രസംഗിക്കാനായിട്ട് ചേർ കിട്ടില്ലേ. 8 ഞാൻ PRS എടുത്താണ്ട് നാളെ 20 PRS പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അങ്ങേയപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചല്ല. രാഹുൽ ഗാന്ധി നമ്മൾ ഈ സഭയിൽ അദ്ദേഹം കുറവാണ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ തീർത്തും തെറ്റായ ഒന്ന് പറയുകയും അതിൽ തന്നെ ഉറച്ചു വീണ്ടും നിൽക്കുകയും ചെയ്യുമ്പോൾ പറയാൻ നിർബന്ധിതമായി പോകുന്ന ഒരു കാര്യം മാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ ഗൗരവമായ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോ ഞാൻ നോക്കിയപ്പോ P. വിൽസൺ DMKയുടെ MP, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹം ലോകസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം, രാജ്യസഭയിൽ, അത് എക്സിൽ പഴയ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. ഞാനത് അദ്ദേഹത്തിന്റെ ട്വീറ്റാണ് ഉദ്ധരിക്കുന്നത്. UP 5 വർഷം കൊണ്ടുള്ള നികുതി യൂണിയൻ ഗവൺമെന്റ് നൽകിയത് 3,41,817 കോടി രൂപ. തിരിച്ച് 5 വർഷം UPക്ക് കൊടുത്ത് 6,91,375 കോടി, ഇരട്ടിയിലധികം. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ജനസംഖ്യക്ക് നിയന്ത്രിച്ച സ്ഥലങ്ങളാണല്ലോ. 5 വർഷം കൊണ്ട് യൂണിയൻ ഗവൺമെന്റ് പിരിച്ചു നൽകിയത് 22,26,983 കോടി. തിരിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് നൽകിയത് 6,42,295 കോടി. ഞാൻ ഇത് തമിഴ്നാട് രാജ്യസഭ MP ട്വീറ്റ് ചെയ്ത പോസ്റ്റാണ്. ഇതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഭരണഘടന അനുസരിച്ചുകൊണ്ട് 270 പ്രകാരം നികുതി വിഹിതം കിട്ടണം, 275 പ്രകാരം ഗ്രാന്റ് കിട്ടണം, 282, 293 നികുതി കിട്ടണം. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഞങ്ങളുടെ അല്ല, റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഫിനാൻസസ് കേരളത്തിന് എങ്ങനെ നഷ്ടപ്പെട്ടു? നമ്മുടെ ഗ്രാന്റ് എത്ര കുറഞ്ഞു? 32,000 കോടിയും നേരെ കുറഞ്ഞിരിക്കുകയാണ്. വളരെ വിശദമായ കണക്കുകൾ ഞാൻ സമയം വൈകൊണ്ടിരിക്കുന്നു പോകുന്നു. ഇവിടെ ബഹുമാന ധനകാര്യമന്ത്രി കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഗ്രാന്റ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു, പകുതിയോളം കുറഞ്ഞു. നമുക്കിപ്പോ ഈ 1.9% കിട്ടുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ കൂടുതൽ കിട്ടുന്നു. നമുക്ക് വായ്പ എടുക്കാൻ അനുവദിക്കുന്നില്ല, നിയമസഭയുടെ അവകാശം കവർന്നെടുക്കുന്നു. ഈ പ്രതിസന്ധിയാണ് ഒരു ഭരണഘടനാപരമായ പ്രശ്നമായി ഞങ്ങൾ ഉന്നയിച്ചത്. കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഒന്നിച്ചേറ്റെടുക്കേണ്ട പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ചരിത്ര സന്ദർഭത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർണാടക സമരം ചെയ്യുമ്പോൾ കർണാടകയും കേരളവും തെലങ്കാനയും ഹിമാചൽ പ്രദേശും ഡൽഹിയും പഞ്ചാബും ഒന്നിച്ച് ഡൽഹിയിൽ ഒന്നിരിക്കുന്നു. എല്ലാ നേതൃത്വവും വരുന്നു. ഇന്ത്യയിൽ അത് നൽകുന്ന ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ത്യ മുന്നണി ഞാൻ കണ്ടത്. പക്ഷെ ഉദകക്രിയ ചെയ്തതാണ്. മുന്നണി വന്നല്ലോ, ആത്മവിശ്വാസം കിട്ടി, എല്ലാവർക്കും ഒരു നല്ല യോജിപ്പ് വരുന്നു.
തെലങ്കാന മറ്റേ ഹിമാചൽ പ്രദേശ്, കർണാടക BJP പരാജയപ്പെട്ടു. ആത്മവിശ്വാസം ഒന്നുകൂടി ശക്തിപ്പെട്ടു. ജനങ്ങൾ മതനിരപേക്ഷവാദികൾക്ക് ആത്മവിശ്വാസം ശക്തിപ്പെട്ടപ്പോ നിങ്ങൾക്ക് അഹങ്കാരം കൂടി. ആ അഹങ്കാരം നിങ്ങൾ എവിടെ എത്തിച്ചു? നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട മധ്യപ്രദേശ് BJP പരാജയപ്പെടുത്തേണ്ടത്. തെലങ്കാന BJP അല്ല, എന്നാൽ ജയിച്ചത് നല്ലത്. രാജസ്ഥാൻ BJP പരാജയപ്പെടുത്തേണ്ടത്. ഛത്തീസ്ഗഡ് BJP പരാജയപ്പെടുത്തേണ്ടത്. BJP പരാജയപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും സീറ്റ് കിട്ടലാണോ ആവശ്യം? അവിടെ 1 or 2 സീറ്റ്. രാജസ്ഥാൻ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണല്ലോ. 5000 വോട്ടിന് നിങ്ങൾക്ക് എത്ര സീറ്റ് പോയി? അവിടെ 10,000 താഴെ വോട്ടിന് നിങ്ങൾക്ക് എത്ര സീറ്റ് പോയി? 5000 താഴെ വോട്ടിന് നിങ്ങൾ മുന്നണി സംവിധാനത്തിലേക്ക് അപ്പോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJPക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾ വിട്ടോ. SP എങ്കിലും നിങ്ങൾ മുന്നോട്ട് ഉണ്ടാക്കായിരുന്നില്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വസ്തുതകളെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസുകാരനായ ആളുകളുടെയും ഇവിടെ ഇരിക്കുന്ന താൽക്കാലികമായ സങ്കുചിത നേട്ടത്തിന് വേണ്ടി മാത്രമല്ലാതെ കോൺഗ്രസിലും ലീഗിലും നിൽക്കുന്ന ആളുകളുടെയും ഉള്ളിലുള്ള വികാരമാണ് ഞാൻ ഈ പറയുന്നത്. ആ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ SP ആയിട്ട് BSP ആയിട്ട് ആരൊക്കെ കഴിയുമോ അവിടെ പോകണം. ഇവിടെ പറഞ്ഞില്ലേ UP 1 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. സോണിയാഗാന്ധി നേരെ AKG ഭവനിലേക്ക് വന്നു. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ കണ്ടു. സോണിയാഗാന്ധി ഹർകിഷൻ സിംഗും സുർജിത്തും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും സുർജിത്ത് പോയി ഏകോപരിച്ചു. അങ്ങനെയാണ് BJP വിരുദ്ധ സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഒരു ദേശീയ സാഹചര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ചരിത്രം നിങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ കോൺഗ്രസ് ലീഗിന് ബാധ്യത, UDFന്, ഇന്ത്യയിലെ മതനിരപേക്ഷ വിശാല മുന്നണിക്ക് ബാധ്യത, കേരളത്തിന് ബാധ്യതയായി ഒരു കേരള വിരുദ്ധ മുന്നണി, മതനിരപേക്ഷ വിരുദ്ധ മുന്നണി അതായിക്കൊണ്ട് ഇവർ മാറിയിരിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഇവിടെ പറഞ്ഞ കണക്കുകളിലൊന്നും വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ മറുപടി പ്രസംഗം അവസാനിപ്പിക്കുക.